ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ALP CB2വുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതായത് മറ്റൊന്നുമല്ല, എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ മെസ്സേജുകൾ, അതായത് നിങ്ങൾ ഏത് സിറ്റിയിലാണ് എക്സാം എഴുതുന്നതെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് മെസ്സേജുകളിൽ. അതായത് ഇമെയിലായിട്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഇത് രണ്ടും വരാത്തവർക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട്, അതായത് റെയിൽവേയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ പറയുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നു കഴിഞ്ഞു. അതായത് കാറ്റഗറി നമ്പർ 01/2024 ALP എന്നുള്ളതാണ്. അതിൽ തന്നെ ആദ്യം CBT 1 കംപ്ലീറ്റ് ചെയ്തവർക്കാണ്, അല്ലെങ്കിൽ ആ CBT 1 ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ വരികയുള്ളൂ. CBT 1 ക്ലിയർ ചെയ്യാത്ത ഒരാൾക്കും ഇത് വരില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോർമലൈസേഷൻ മാറ്റം വരുത്തി എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ നോർമലൈസേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിയും CBT 2-ൽ നോർമലൈസേഷൻ ഉണ്ടാകില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് SMS മുഖേനയോ ഇമെയിൽ മുഖേനയോ നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ രണ്ട് മാർഗത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് RRBയുടെ സൈറ്റിൽ വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നമുക്ക് മെയിൽ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, വളരെ ചെറിയ വിഭാഗത്തിന് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്താൽ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. 95 13 63 14 59 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 95 13 63 14 59 എന്നതാണ് നമ്പർ. ഇതൊരു ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇത് പ്രവർത്തിക്കുന്നത് 9 മണി മുതൽ 6 മണി വരെയാണ്. മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഗ്രീവൻസസ് പറഞ്ഞാൽ ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു അപ്ഡേറ്റിൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, ഏത് കാര്യങ്ങളും റെയിൽവേയുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് വാർത്തകളും ആധികാരികമായിട്ട് റെയിൽവേയുടെ സൈറ്റിൽ കയറിയിട്ട്, അതായത് RRBയുടെ സൈറ്റിൽ കയറിയിട്ട് കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. അല്ലാതെ വരുന്ന കിംവദന്തികളിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ റെയിൽവേയുടെ നിയമനത്തിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈസ തന്നാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ ജോലി കിട്ടും എന്നൊക്കെ ഒരു ഇൻഫർമേഷനുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസുമായിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക, അതൊക്കെ ഒരു വ്യാജ വാഗ്ദാനങ്ങളാണ്. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പൈസയും പോകും, ഒപ്പം തന്നെ നിങ്ങൾ ക്രിമിനൽ ഒഫൻസിൽ പങ്കാളിയുമാവും. അത്തരത്തിലുള്ള അവസ്ഥയിലേക്കൊന്നും നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക എന്ന് റെയിൽവേ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇത് പാലിക്കുമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിറ്റി ഏതാണെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് റെയിൽവേ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ദൂരെയാണെങ്കിൽ നമുക്ക് റെയിൽവേ ടിക്കറ്റുകളും മറ്റേതെങ്കിലും ഒരു ട്രാവലിംഗ് ഓപ്ഷൻ പ്രിഫർ ചെയ്യാനും ഒക്കെയുള്ള മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, CBT 2 എക്സാമിനേഷൻ വന്നു. നമുക്കറിയാം CBT 2 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കേണ്ട ഒരു എക്സാമിനേഷനാണ്. ഒരാൾക്ക് മാത്രമല്ല, ഈ എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഉണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി RRB ALP CBT 2-ന് വേണ്ടി വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഒരു വലിയ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഒരു നല്ല ശമ്പളമുള്ള ഉയർന്ന തസ്തികയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. റെയിൽവേയിലെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന, ലൈഫ് സെറ്റാവുന്ന ഒരു ജോലിയാണ്. അപ്പം ഈ ഒരു കരിയറിലേക്ക് നിങ്ങൾക്കും എത്താൻ കഴിയുമെന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. എല്ലാവരും ഒരു കോഴ്സ് എടുത്ത് നന്നായിട്ട് പഠിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോയൊരു ജോലി കിട്ടാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.